ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്ന 3 കാര്യങ്ങൾക്കാണ്. ഒന്ന് കോമാളിത്തരം, 2 അപരാധം, 3 അഡൽട്ട. എന്താ ഈ കേൾക്കുന്നത്? എന്നെ വേണേ 2 അടി അടിച്ചോ, പക്ഷെ ഞാൻ ഉള്ളത് പറയും. ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഭംഗിയായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ആരാ? അതാ അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. 3 അഡൽട്ട. സാറിന് എത്രയോ വൾഗറായിട്ട് സാറെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. ഒരു സാരി എടുത്ത് കമ്പേ ചുറ്റിയ സാർ അതിന്റെ പുറകെ പോകും എന്ന ആളുകൾ പറയുന്നത്. അയാൾ അയാളുടെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്, നാട്ടിലെ എക്സ്പീരിയൻസ് അല്ല. മാത്രമല്ല ഇവരെ പോലത്തെ ആളുകളെ മറ്റുള്ളവരെ വിറ്റ് വില മാറുകയാണ് ചെയ്യുന്നത്. അല്ലെ ബുദ്ധിന്റെ മനസ്സിലാക്കാം. അതുമായിട്ട് എനിക്ക് ഇട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. ഒന്നുകിൽ എന്ത് ചെയ്യുക, സ്വയം 10 രൂപ ഉണ്ടാക്കുക, അല്ലെങ്കിൽ നല്ല കണ്ടന്റ് ഉണ്ടാക്കുക. നിങ്ങൾ അങ്ങനെ ഒരു വർത്താനം അല്ലല്ല, നിങ്ങൾ എന്തോ മനസ്സിൽ വെച്ച് പറയാനുള്ളത്. പണി നിർത്തുമെന്ന് ചോദിച്ചു, ചോദ്യത്തിന് ഉത്തരം അദ്ദേഹം പണി തുടരും എന്ന് വരെ അറിയോ? ഇതേപോലുള്ള യൂട്യൂബേഴ്സ് എന്ന് വരെ ഇദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എടുക്കുന്നോ അന്ന് വരെ അദ്ദേഹം തുടരും. എന്ത് ഇവര് നിർത്തുന്നു അന്ന് അദ്ദേഹം പണി നിർത്തും. ഇനി നിങ്ങളുടെ തോന്നിയാൽ അനുവദിക്കാനാവില്ല. അങ്ങനെ ഞങ്ങൾ പണി നിർത്തുന്ന ദിവസം ഈ സന്തോഷ് പണിയിട്ടും വീട്ടിലിരിക്കും. താൻ എന്ത് വിചാരിച്ചു? തനിക്ക് മാത്രമേ ബുദ്ധിയുള്ളോ? നീ അധികം വിളയേണ്ട മോനെ, ഇതിന് പകരം വെച്ചിട്ടില്ലെങ്കിൽ എന്റെ പേര് തമ്പി എന്നല്ല. ഇവരെ പോലത്തെ 3 ചാനലിനേക്കാൾ സബ്സ്ക്രൈബേഴ്സ് എനിക്കുണ്ട്. പറയാൻ പറ്റൂ. ചുമ്മാ ചലിക്കാടെ ഓട്ടത്തരം കാണിച്ച അമ്മയ്ക്ക് കാണാൻ ഇടിച്ചിന്റെ കൂമ്പ് കളിക്കളെ. സ്വന്തമായി കോമാളിത്തരം 3 ചാനലായിട്ട് മലയാളികളുടെ മുന്നിൽ വളർന്നു വന്ന ഒരു വ്യക്തി. ഞാൻ നിന്നെ മോശക്കാരനാക്കിയതല്ല, നിന്നെ വെളിപ്പെടുത്തിയതാണ്. ഇവരെ പോലത്തെ 3 ചാനലിനെ മറ്റുള്ളവർ വേണം. മൊത്തത്തിലൊരു അഭിപ്രായമുണ്ട്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഞാൻ പറയട്ടെ, ഇവരെ പോലത്തെ ചാനലിന് പണം ഉണ്ടാക്കണമെങ്കിൽ എക്സ് വൈ വേണം. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കണം. അവന്റെ മോശവും അല്ലെങ്കിൽ അവന്റെ കോമാളിത്തരും അവളുടെ അഡൽട്ടും കാണിച്ച് അടിച്ചു മാറ്റിയിട്ടാണ് ഇവർ ചെയ്യുന്നത്. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായി പോയി, മാറ്റിക്കോളാം. അല്ലെ അവന്റെ മോശത്തെ ഇതിട്ടായി ചെയ്യുന്നത്. സന്തോഷ് പണ്ടിന്റെ പൈസ ഉണ്ടാക്കാൻ ഇതേപോലത്തെ മറ്റവൻ വേണ്ട. പിന്നെ ഈ യൂട്യൂബ് ചാനലുകാർ വിളിച്ചില്ലെങ്കിലും ഇല്ലെങ്കിലും സന്തോഷ് പണ്ഡിറ്റ് നിലനിൽക്കുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചോളം മറ്റുള്ളവൻ ഇല്ലെങ്കിൽ ഇവർ വട്ടപൂജ്യമാണ്. ഇവർ 3 ചാനൽ മാത്രമാണ്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.